NCRBയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഓരോ 40 സെക്കൻഡും ഒരാൾ ആത്മഹത്യ മൂലം മരണപ്പെടുന്നു. അതായത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു വ്യക്തി ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം, ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. ജീവിതത്തിലെ സംഘർഷാവസ്ഥകളെ തരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അവളുടെ സപ്പോർട്ട് സിസ്റ്റം വീക്ക് ആവുക തുടങ്ങിയവയൊക്കെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട്. കൂടാതെ ഡിപ്രഷൻ, ബൈപോളാർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ, ലഹരിയുടെ അമിത ഉപയോഗം, മറ്റു വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കുന്ന മറ്റു ഘടകങ്ങളാണ്. സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. 2024-2026 സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ തീം ചേഞ്ചിങ് ദ നരേറ്റീവ് ഓഫ് സൂയിസൈഡ് എന്നാണ്. അതായത് സൂയിസൈഡിനെ പറ്റിയുള്ള നമ്മുടെ ആഖ്യാനങ്ങൾ തിരുത്തുക എന്നുള്ളതാണ്, അതിന് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. സോ സെപ്റ്റംബർ 10 കലണ്ടറിലെ വെറും ഒരു ദിവസമല്ല, ആത്മഹത്യയെ പറ്റിയുള്ള നമ്മുടെ സമീപനം, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളോടുള്ള നമ്മുടെ ഒരു സമീപനം, ഇവയിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താനും അതിനെപ്പറ്റി ഒരു പുനർചിന്തനം നടത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. എന്തൊക്കെയാണ് ആത്മഹത്യാ പ്രവണതകളിലെ വാർണിംഗ് സൈനുകൾ? സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരിക, അയാൾ സാമൂഹികമായി വളരെയധികം ഉൾവലിയുക, മരണത്തെപ്പറ്റി ഇടയ്ക്കൊക്കെ സംസാരിക്കുക, പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങൾ അവളുടെ ഇടയിൽ വന്നു പോവുക തുടങ്ങിയവയൊക്കെ പലപ്പോഴും വാർണിംഗ് സൈൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ആത്മഹത്യാ പ്രവണതയെ നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാം. മരണമാണ് ഏക പോംവഴി എന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് അവരെ തടയാം.